ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡിൻ്റെ ഒന്നാം തരംഗത്തെ അപേക്ഷിച്ച് രണ്ടാം തരംഗത്തിൽ വയസ്സായവരേക്കാൾ ചെറുപ്പക്കാരാണ് കൂടുതൽ അഫക്റ്റ് ആകുന്നതെന്നും ചെറുപ്പക്കാരിൽ പലരിലും ഇത് ഗുരുതരമായിട്ട് മാറുന്നുണ്ട് എന്നും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെ രണ്ടാം തരംഗത്തിൽ 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരിൽ ഏകദേശം 55-ന് മുകളിൽ ആൾക്കാർ ഇതുവരെ മരണപ്പെട്ടിട്ടുമുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് വിശദീകരിക്കാം. നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ കുറയുന്നത് പലപ്പോഴും ഇവർക്ക് ശരിയായിട്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ടാകുന്നു. രക്തത്തിൽ ഓക്സിജന്റെ പ്രഷർ കുറഞ്ഞാലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്ക് നെഞ്ചിടിപ്പ് വല്ലാണ്ട് വർദ്ധിക്കും, നമുക്ക് ശ്വാസമുട്ടൽ വല്ലാതെ അനുഭവപ്പെടും, ശരീരം മൊത്തം തളർച്ച, അമിതമായിട്ടുള്ള വിയർപ്പ്, തലപ്പെരുപ്പ്, തലകറക്കം, ഒന്നുകിൽ ബോധക്ഷയം ഉണ്ടാവും, ഇല്ലെങ്കിൽ ബോധമുണ്ടാകും, പക്ഷേ കാര്യങ്ങൾക്ക് നമ്മൾ പറയുന്നതിന് കോർഡിനേഷൻ ഉണ്ടാകത്തില്ല. ഇത്തരം ലക്ഷണങ്ങൾ പലരിലും കാണുമായിരുന്നു. എന്നാൽ ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ഓക്സിജൻ ഒരളവിൽ താഴേക്ക് പോയിരുന്നാലും കാര്യമായിട്ട് ലക്ഷണങ്ങൾ കാണത്തില്ല. പലപ്പോഴും ഇവർ ഓക്സിജൻ കുറഞ്ഞിട്ട് കുഴഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് ഇത് ഒരുപക്ഷെ അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. കേരളത്തിൽ തന്നെ എമർജൻസി മെഡിസിനിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞത് പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അവരുടെ ഓക്സിജൻ സാച്ചുറേഷൻ പലപ്പോഴും 65-ലും താഴെ ആയിരിക്കുമെന്നും ഇവരെ വെന്റിലേറ്റ് ചെയ്യുകയല്ലാതെ മറ്റു മാർഗങ്ങൾ അപ്പോൾ ഉണ്ടാകത്തില്ല എന്നുമാണ്. അതായത് രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതിന് ശരിയായിട്ടുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും ചെറുപ്പക്കാരിൽ കാണുന്നില്ല. ഹാപ്പി ഹൈപ്പോക്സിയ എന്നോ സൈലന്റ് ഓക്സിമിയ എന്നോ വിളിക്കുന്ന ഈ ഒരു അവസ്ഥ ഇപ്പോൾ ചെറുപ്പക്കാരിൽ ക്രമേണ കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ കോവിഡ് ബാധിക്കുന്ന ചെറുപ്പക്കാരിൽ ഹാപ്പി ഹൈപ്പോക്സിയ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം, അതായത് ഓക്സിജൻ നമ്മുടെ രക്തത്തിലേക്ക് കൃത്യമായി ശ്വാസകോശത്തിലൂടെ എത്തുന്നത് നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. തലച്ചോറിന് ഇതിനെ നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നിങ്ങൾക്കറിയാം, കോവിഡ് ബാധിച്ചിട്ടുള്ളവർക്ക് മണമറിയാൻ ബുദ്ധിമുട്ടുണ്ട്, രുചി അറിയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതും തലച്ചോറിൻ്റെ കോർഡിനേഷൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ തലച്ചോറിന് നമ്മുടെ ശ്വാസകോശത്തിനെ ശരിയായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിൽ ഒരു പാളിച്ചയുണ്ടായാൽ പലപ്പോഴും ഈ ഓക്സിജൻ രക്തത്തിലേക്ക് വരത്തുമില്ല. ഓക്സിജൻ കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മുടെ തലച്ചോറും നമ്മളെ അറിയിക്കത്തുമില്ല. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് കോവിഡ് രോഗം ബാധിക്കുന്നവരിൽ രക്തക്കുഴലിനകത്ത് രക്തം വളരെ ചെറിയ തരികൾ പോലെ കട്ടിപിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നും രക്തത്തിലേക്ക് ഓക്സിജനെ ആഗിരണം ചെയ്യുന്നത് വളരെ ചെറിയ രക്തക്കുഴലുകളാണ്. ഈ രക്തക്കുഴലുകൾക്കകത്ത് ഈ മൈക്രോത്രോംബൈ, അതായത് മണൽത്തരികൾ പോലുള്ള രക്തം കട്ടിപിടിച്ച തരികൾ വന്ന് അടിഞ്ഞുകൂടിയിരുന്നാൽ ഇതും രക്തത്തിലേക്ക് ഓക്സിജൻ കയറുന്നതിന് ഈ കാപ്പിലറികൾ അടയുന്നത് തടസ്സമാകുകയും ഇതും രക്തത്തിൽ ഓക്സിജൻ കുറയുന്നതിന് കാരണമാകുകയും ചെയ്യും. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസകോശത്തിനകത്തുള്ള വായു അറകൾക്ക്, ആൽവിയോളുകളുടെ കോശങ്ങൾക്ക് കേടുവന്നിരുന്നാലും ഇതും രക്തത്തിലേക്ക് ഓക്സിജൻ പെർഫ്യൂസ് ചെയ്യുന്നതിന് താളം തിരിക്കുന്നു. സാധാരണ നമുക്കൊരു ശ്വാസകോശത്തിനൊരു ന്യൂമോണിയ ബാധിച്ചാലോ ഹെവി കഫക്കെട്ട് വന്നാലോ മാത്രമാണ് നെഞ്ചിനകത്ത് നമുക്കൊരു അസ്വസ്ഥതയോ വിമിഷ്ടമോ കാണുന്നത്. ചെറുപ്പക്കാരിൽ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പല ന്യൂമോണിയയുടെ ലക്ഷണങ്ങളും കാണാതെ തന്നെ ഇവർക്ക് ഒരുപക്ഷെ രക്തത്തിൽ ഓക്സിജൻ കുറഞ്ഞു എന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ 2 പോസിബിലിറ്റീസ് ഈ കാരണമുണ്ടാക്കാറുണ്ട്. ഈ ഒരു അവസ്ഥ പലപ്പോഴും അവർക്ക് ഹാപ്പി ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം. സാധാരണ നമ്മുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 95 എബോവ് ആണ് അതിൻ്റെ ഒരു പാർഷ്യൽ പ്രഷർ. എന്നാൽ ഒരു 92-ലും താഴേക്ക് പോവുകയാണെങ്കിൽ ഇത് നമുക്ക് താരതമ്യേന ആ രോഗിയുടെ അവസ്ഥ ഗുരുതരമാണെന്ന് പറയാറുണ്ട്. സാധാരണ ഇത്തരത്തിൽ ഓക്സിജന്റെ ഒരു ലെവല് 92-ലും താഴേക്ക് വന്നാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. എന്നാൽ ഈ ഹാപ്പി ഹൈപ്പോക്സിയ സംഭവിക്കുന്ന ചെറുപ്പക്കാരിൽ ഓക്സിജന്റെ പ്രഷർ ഒരു 80 വരെ താണ് വരുന്നതുവരെയും പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണത്തില്ല. ഇവർ വല്ലാണ്ട് കുഴഞ്ഞു വീഴുമ്പോൾ മാത്രമാണ് ഇവർക്ക് അവസ്ഥ ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നതും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതും. ഇത്തരത്തിൽ ആശുപത്രിയിൽ സമയത്തിന് എത്തിക്കാൻ താമസിച്ചാലാണ് ഇവർക്ക് ഒരുപക്ഷെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കോ മരണം പോലുള്ള ഒരു അവസ്ഥയോ സംഭവിക്കാൻ സാധ്യത. അതുകൊണ്ട് നമുക്ക് വീടുകൾ തന്നെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് കോവിഡ് രോഗം ബാധിക്കുമ്പോൾ ഒരു ഹൈപ്പോക്സിയ എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. അതിനുവേണ്ടിയാണ് നിർബന്ധമായിട്ടും നിങ്ങളോട് പറയുന്നത്, കോവിഡ് രോഗം ബാധിച്ച ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൾസ് ഓക്സിമീറ്റർ വാങ്ങി വീട്ടിൽ സൂക്ഷിക്കണമെന്ന്. മുൻപ്, അതായത് നമുക്ക് ഈ കോവിഡിൻ്റെ രണ്ടാം തരംഗം വരുന്നതിന് മുൻപ് ഏകദേശം 500 രൂപ മുതൽ 1200 രൂപ വരെ ഒരു വ്യത്യാസത്തിൽ നമുക്ക് സർജിക്കൽസിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ നമുക്ക് ഈ പൾസ് ഓക്സിമീറ്റർ കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ വർദ്ധിച്ച ഒരു ഉപഭോഗം കൂടിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇതിന് ഏകദേശം 2500 മുതൽ 3500 രൂപ വരെ ഇതിനിപ്പോൾ വിലയുണ്ട്. എങ്കിലും
നിങ്ങളിപ്പോൾ ഇത് വാങ്ങി വയ്ക്കുക. വാങ്ങാനുള്ള ഒരു അവസരം നിങ്ങൾക്കില്ലെങ്കിൽ കോവിഡ് രോഗം വന്നു മാറിയ നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വീടുകളിൽ ഈ ഒരു പൾസ് ഓക്സിമീറ്റർ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങളിത് അവരോട് തൽക്കാലം ഒരാഴ്ചത്തേക്ക് തരാൻ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വീട്ടിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഗുരുതരാവസ്ഥ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നേരത്തെ കോവിഡ് രോഗം ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്നും നിങ്ങളൊരു പൾസ് ഓക്സിമീറ്റർ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഒരു അല്പം സ്പിരിറ്റോ അല്ലെങ്കിൽ ഒരു സാനിറ്റൈസറോ പഞ്ഞിയിൽ മുക്കി നിങ്ങൾ ഇതിൻ്റെ പുറം വശവും ഇതിൻ്റെ ഉൾവശവും തുടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പൾസ് ഓക്സിമീറ്റർ ഉപയോഗിക്കാവുന്നതാണ്. പൾസ് ഓക്സിമീറ്ററിൽ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് സാച്ചുറേഷൻ അറിയാൻ സാധിക്കുന്നത് നിങ്ങളുടെ നടുവിരലിലാണ്. നിങ്ങൾ ക്യൂടെക്സോ അല്ലെങ്കിൽ നഖത്തിൽ എന്തെങ്കിലും ലേപനങ്ങളോ ഇല്ലെങ്കിൽ കയ്യിൽ മൈലാഞ്ചി പോലുള്ള എന്തെങ്കിലും കളറുകളോ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇൻ കേസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇവ നിങ്ങൾ റിമൂവ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഇവ ഉപയോഗിക്കാത്ത ഒരു വിരൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയോ ചെയ്യുക. ഈ വിരലിൽ നിങ്ങൾ ഈ ഓക്സിമീറ്റർ കണക്ട് ചെയ്താൽ 5 സെക്കൻഡ് കൊണ്ട് തന്നെ നിങ്ങളുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ സാച്ചുറേഷൻ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. രക്തത്തിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ 95 താഴേക്ക് പോവുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വ്യായാമം റെസ്പിറേറ്ററി എക്സസൈസ് നിർബന്ധമായിട്ടും ചെയ്യണം. നിങ്ങൾ കോവിഡ് രോഗബാധിതരാണെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന അനുസരിച്ച് 1 മണിക്കൂറിൽ 10 തവണ വീതം റെസ്പിറേറ്ററി എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ സാച്ചുറേഷൻ നമുക്ക് കൂട്ടി 97ലേക്കോ 98ലേക്കോ നമുക്ക് വർദ്ധിപ്പിച്ച് നിർത്താൻ സാധിക്കും. അതുമാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ചെറുപ്പക്കാരായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ കോവിഡ് ബാധിച്ച് വീട്ടിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ കിടക്കയിൽ തന്നെ അല്ലെങ്കിൽ റൂമിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന 15 തരം വ്യായാമങ്ങളുണ്ട്. ഈ വ്യായാമങ്ങൾ ഈ കോവിഡ് സമയത്ത് ചെയ്താലുള്ള ഗുണം എന്തെന്നറിയാമോ? രക്തത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചെറിയ മണൽത്തരികൾ പോലുള്ള രക്തം കട്ടിപിടിക്കുന്ന ഒരവസ്ഥ, ഇത് നമ്മുടെ രക്തക്കുഴലിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ശ്വാസകോശത്തിലുള്ള രക്തക്കുഴലുകൾ വരുത്തുന്ന ബ്ലോക്കും നമുക്ക് രക്തത്തിൽ ഓക്സിജൻ കുറയുന്നതിന് കാരണമാകുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഈ വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ ഇത്തരത്തിലുള്ള മൈക്രോത്രോംബൈ ഫോം ചെയ്യാനുള്ള സാധ്യത നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും, ഒന്ന് നമ്മുടെ ശ്വാസകോശത്തിന്റെ വ്യായാമം, 2 നമ്മുടെ ശരീരത്തിന്റെ വ്യായാമം, ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോവിഡ് സമയത്ത് ഉണ്ടാകുന്ന ഈ ഓക്സിജൻ കുറയുന്ന ഒരു ലെവൽ നമുക്ക് നിർബന്ധമായിട്ട് ഈ ഒരു അപകടം ഒഴിവാക്കാൻ സാധിക്കും. ഇൻ കേസ് നിങ്ങൾ ഈ ഓക്സിമീറ്റർ നോക്കുന്ന സമയത്ത് ദിവസത്തിൽ 3 നേരമോ 4 നേരമോ നിങ്ങൾക്ക് ഓക്സിമീറ്റർ ഉപയോഗിച്ച് വീടുകൾ തന്നെ പരിശോധിക്കാം. ഒരു 90 വരെ നിങ്ങളുടെ രക്തത്തിലുള്ള ഓക്സിജന്റെ സാച്ചുറേഷൻ കുറയുന്നു എന്ന് കണ്ടാൽ നിങ്ങൾ അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഉടൻ തന്നെ അടുത്തുള്ള നിങ്ങൾക്ക് കോവിഡിന്റെ ആരോഗ്യ പ്രവർത്തകരെ കോൺടാക്ട് ചെയ്യുകയും അവർ നിങ്ങൾക്ക് വേണ്ട ആശുപത്രി സൗകര്യം ഒരുക്കി തരികയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം അവർ നൽകുകയോ ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് പടർന്നു പിടിക്കുന്ന ഒരു സമയത്ത് ഹാപ്പി ഹൈപ്പോക്സിയ പോലെ ലക്ഷണങ്ങൾ അധികം കാണിക്കാത്ത ചില അപകടാവസ്ഥ ഇനിയെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. വീണ്ടും കോവിഡിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുമായി കണ്ടുമുട്ടാം. ബൈ.